എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രേവതികുട്ടിക്ക് ആകെ വിഷമമാണ് അലീന പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന കാര്യം ഓർക്കുമ്പം. രേവതികുട്ടി പറയുന്നുണ്ട് അലീന ചേച്ചി അവിടെ കൊണ്ട് വെറുതെ ഇരുത്തിയേക്കുക, അലീന ചേച്ചിയോട് ഒന്ന് സംസാരിക്കാൻ പോലും ആരും അനുവദിക്കുന്നില്ല, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തോ ഒരു ഗൂഢ ഉദ്ദേശം അവർക്കില്ല അങ്ങളെ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അലീന ചേച്ചിയെ രക്ഷിക്കണമെന്ന് പറയുവാണ്. അന്നേരം ഗ്രേസിയമ്മയും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ക്ലബ്ബിലൊക്കെ പോകുന്നതല്ലേ, അവിടുത്തെ ഏതെങ്കിലും പോലീസുകാരെ പരിചയം കാണിയല്ലേ എന്ന് ചോദിക്കുമ്പം അവിടെ ഉള്ളവരെല്ലാം റിട്ടയർ ആയവരാണ്, പിന്നെ എറണാകുളത്തെ പോലീസിന് പാലായിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതെ, നിങ്ങളുടെ പറച്ചിൽ കേട്ടതൊന്നും ഞാൻ പോലീസിലല്ലായിരുന്നു, പട്ടാളത്തിലായിരുന്നു കേട്ടോ എന്നിങ്ങനെ പറയുക. അതൊക്കെ ആകെ വിഷമാവുകയെ രേവതിക്കുട്ടിക്ക്. അന്നേരമാണ് മമ്മച്ചായ ഇങ്ങനെ ആലോചിച്ചിട്ട് ഗ്രേസിയമ്മയോട് ചോദിക്കുന്നത്, നിൻ്റെ ഒരു അമ്മാച്ചൻ്റെ മോൻ വിവാഹം കഴിച്ചേക്കുന്നത് പാല DYSPയുടെ മോളെ അല്ലേ എന്ന് ചോദിക്കും. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അത് ശരിയാ, കുര്യച്ചൻ്റെ മോൻ ജോബിച്ചനാ വിവാഹം കഴിച്ചേക്കുന്നത്. ആ വിവാഹത്തിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായതാണെന്നറിയാവോ? ഈ DYSP ഒരു ഹിന്ദുവാണ്, നായർ, പെൺകൊച്ചും ഹിന്ദുവാണ്, ജോബിച്ചൻ ക്രിസ്ത്യാനിയല്ലേ, അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ കുര്യച്ചൻ്റെ പണത്തിൻ്റെ പുറത്താണ് അന്ന് പിടിച്ചു നിന്നത്, അല്ലെങ്കിൽ പോലീസുകാർ കൊണ്ടുപോയി ജോബിച്ചനെ ഇടിച്ചൊരു പരുവാക്കിയേനെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിവാഹം കഴിച്ച സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് പോയി ഇങ്ങനൊരു ആവശ്യം പറയാൻ പറ്റുമോ? ആകെ പ്രശ്നമാകില്ലേ, അതുകൊണ്ട് അത് നടക്കുകയില്ല എന്ന് പറയും. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, എടി 3-4 വർഷം മുമ്പല്ലേ വിവാഹം കഴിഞ്ഞത്, ഇപ്പോൾ അവർ തമ്മിൽ നല്ല ടേംസിലാണെങ്കിലോ, അതുകൊണ്ട് നീ ഒന്ന് വിളിച്ചു നോക്കുക എന്ന് പറയുവാണ്. അങ്ങനെ ഏതായാലും വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഗ്രേസിയമ്മ വിളിക്കുവാണ് കുര്യാച്ചനെ. വിളിക്കുമ്പം അങ്ങേരെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുവാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാവോ എന്ന് ചോദിക്കും. അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയും ചെയ്യും ഗ്രേസിയമ്മ ഫോൺ വെച്ച് ചെയ്യുമ്പോഴും രേവതിക്കുട്ടിക്ക് ആകെ ടെൻഷനാണ്. രേവതിക്കുട്ടി ചോദിക്കുക, നമുക്ക് അങ്ങോട്ട് പോയാലോ, കുറുവലങ്ങനാടാണ് ഇവരുടെ വീട്, അങ്ങോട്ട് പോയാലോ എന്ന് ചോദിക്കുക. അന്നേരം ഗ്രേസിയമ്മ, എടി അങ്ങോട്ട് പോകാൻ അങ്ങോട്ടൊരു 50-55 കിലോമീറ്റർ ഉണ്ട്, അത്രയും നമ്മളിനി യാത്ര ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, നമ്മൾ ഇവിടെ ഇരുന്ന് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നടക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇങ്ങനൊരു ആവശ്യം പറയുമ്പം അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, ഒരു അലുവൊക്കെ തോന്നി അവരിതിൻ്റെ അകത്ത് ഇടപെട്ടാലോ എന്നിങ്ങനെ പറയുക. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, അത് നേരെ ഇങ്ങനെ ഒരു കേസ് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് ഇടപെടാൻ എല്ലാവർക്കും ഒരു മടിയാകും, അതുകൊണ്ട് നമുക്ക് അവിടെ പോയി ഒന്ന് സംസാരിക്കാം, അതായിരിക്കും നല്ലത് എന്ന് പറയുന്നു. എന്നാൽ ഒന്ന് പോയി നോക്കാം എന്നുള്ള രീതിയിലേക്ക് അവരെ എത്തിക്കുന്നുണ്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ പാലായ്ക്ക് പോകും, എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇടിച്ച് കയറി ചെന്ന് അലീന ചേച്ചിക്ക് കൂട്ടിരിക്കും, അങ്ങനെ അലീന ചേച്ചി തന്നെ വിടാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടിയുടെ വിഷമം അത്രയും കൂടുതലാണ് എന്നറിയാവുന്നതുകൊണ്ട് അവർ 3 പേരോട് കുറുവലങ്ങാടേക്ക് പോവാം, അവിടെ പോയി കുര്യാച്ചനോട് നേരിട്ട് കാര്യങ്ങൾ പറയാം എന്ന് തീരുമാനിക്കുന്നു. ഈ സമയം അലീനെ SIയുടെ അടുത്തോട്ട് കൊണ്ടുവരുന്നുണ്ട് ചോദ്യം ചെയ്യാനാട്ടോ. അലീന വന്ന് നിന്ന് കഴിയുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, നീ ആ വീട്ടിലെ വേലക്കാരിയായിരുന്നല്ലോ, അവിടെ വെച്ച് നിന്നെ അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ലേ, നിന്നോട് മോശമായിട്ട് പെരുമാറുകയും റേപ്പ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അന്നേരം അലീന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, അതിന് തക്കതായ രീതിയിലുള്ള താക്കീത് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. അന്നേരം അങ്ങനെ എടുത്തു ചോദിക്കും, മോശമായിട്ട് പെരുമാറി എന്ന് പറയുമ്പോൾ നീ എന്നതാ ഉദ്ദേശിക്കുന്നത്? മോശമായിട്ട് പെരുമാറി എന്ന് പറയുമ്പോൾ അത് നിൻ്റെ ദേഹത്തായിരിക്കുമല്ലോ എന്ന് പറയുവാണ്. അന്നേരം ആകെ എന്തോ ഒരു വിഷമം വരുവാണ് അലീനയ്ക്ക്, എങ്ങനെ പറയൂ ഇതൊക്കെ എന്നോർത്തിട്ട്. എന്നിട്ട് പിന്നെയും നിർബന്ധിക്കുമ്പം അലീന പറയുന്നുണ്ട്, ഞാൻ മോശമായ പ്രവൃത്തി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നെ മുട്ടി ഉരുമുകയും കയ്യിൽ കയറി പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അതിനെ ഞാൻ എതിർത്തിട്ടുമുണ്ട് എന്ന് പറയും. അന്നേരം അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, നിന്നെ റേപ്പ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ശ്രമിച്ചില്ല, ഞാൻ ആ റൂമിലേക്ക് ചെന്നപ്പം എനിക്ക് മയക്കുമരുന്ന് തന്നായിരുന്നു, അത് കഴിഞ്ഞ് എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു, അത്രയേ ഉള്ളൂ എന്ന് പറയും. അന്നേരം അത്രയേ ഉള്ളൂ, നിന്നെ എവിടെയൊക്കെ അവന്മാർ പിടിച്ചു, ഏതായാലും നീ പറയണ്ട, അത് ഞാൻ അവന്മാരെ കൊണ്ട് പറയിപ്പിച്ചോളാം എന്ന് പറയും. എന്നിട്ട് കോൺസ്റ്റബിളിനെ വിളിച്ച് അവന്മാർ 2 പേരെ, ഹരിശങ്കറിനെയും രോഹിത്തിനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ എന്ന് പറയുവാണ്. അങ്ങനെ കോൺസ്റ്റബിൾ പോയി ഹരിയും രോഹിത്തിനെയും വിളിച്ചുകൊണ്ട് വന്നു. അതുപോലെ ഈ സമയം രേവതിക്കുട്ടി കുറുവലങ്ങാട് പോകാൻ വേണ്ടി റെഡിയായിട്ട് വന്നു. എന്നിട്ട് 2 പേരെയും മാമച്ചാനെയും ഗ്രേസിയമ്മയും വിളിക്കുവാണ്. കല്യാണത്തിനൊന്നും അല്ല പോകുന്നത്, പെട്ടെന്ന് റെഡിയായി വാ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുക. ഏതായാലും അവർ റെഡിയായി വന്നു കഴിയുമ്പോൾ ഈ മേക്കപ്പ് മതി, ഇതാകുമ്പോൾ കൂടുതലുമില്ല കുറവുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കുസൃതിയൊക്കെ പറയുന്നുണ്ട് രേവതിക്കുട്ടി. ഏതായാലും അവർ വണ്ടിയിൽ കയറി പോരുന്നു. ഈ സമയം ആകെ വിഷമത്തിലാണ് കൃഷ്ണ മാത്രമല്ലേ അവിടെ ഉള്ളൂ, ഭവതി ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, അവൾ റൂമിൽ നിന്ന് പോലും എന്ന് ഇറങ്ങുമോ കൃഷ്ണമ്മളോട് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേ നേരം
ഹാളിക്കടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നിട്ട് പേടിയായിട്ട് ജനലിക്കടെ പയ്യെ പുറത്തേക്കൊക്കെ നോക്കി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് രേവതിക്കുട്ടി കൃഷ്ണമോളെ വിളിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചി വന്നോന്ന്. ഇല്ല എന്ന് പറയുമ്പം പേടിക്കണ്ട കേട്ടോ, അലീന ചേച്ചി എങ്ങനെയെങ്കിലും സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ കുറുവലങ്ങാട് വരെ പോവുകയാണ്. ആൻറ്റിയുടെ ഒരു കസിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചെറിയൊരു ആശ്വാസമാകും കൃഷ്ണമോൾക്ക്. അന്നേരം നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാവുകയാണെങ്കിൽ, രക്ഷിക്കാൻ പറ്റുമെന്നൊരു വിവരം കിട്ടുവാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണേ, എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയാണ്, എനിക്ക് ആകെ വിഷമാവുക, ഞങ്ങൾ തന്നെയല്ലേ ഇവിടെ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, പേടിക്കണ്ടെന്നേ, അവിടെ ചെന്നിട്ട് വിളിക്കാം, ടെൻഷൻ ആകണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ഫോൺ വയ്ക്കുന്നു. അതിനുശേഷം വീണ്ടും അലീനയെ കാണിക്കുന്നുണ്ട്. അലീനയുടെ അടുത്തേക്ക് കൊണ്ടുവരുവാണ്. രോഹിത്തിനെയും ഹരിയേനെയും രണ്ടുപേർക്ക് നേരാവണ്ണം നടക്കാൻ പോലും മേലിട്ടോ മുടന്തി നടക്കുന്നത്, ഇടിച്ചൊരു പരിവാക്കി വെച്ചേക്കുക രണ്ടെണ്ണത്തിനെ. അവിടെ കയറി വരുന്നത് രോഹിത്ത് ഇത്തിരി വിഷമത്തോടെ അലീനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അലീന ആ ഭാഗത്തേക്ക് പോലും നോക്കുന്നില്ല. അലീനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല രോഹിത്ത് ആ അവസ്ഥയിൽ നിൽക്കുന്നത്. ഏതായാലും അവന്മാരെ കൊണ്ട് നിർത്തിയതിന് ശേഷം SI ഹരിയോട് ചോദിക്കുന്നുണ്ട്, ഈ വേലക്കാരിയെ, ഇവൻ്റെ വീട്ടിലെ വേലക്കാരിയാണല്ലോ ഇവളെ നിങ്ങൾ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന്. അന്നേരം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പം ചോദിച്ചത് കേട്ടില്ലേടാ എന്ന് ചോദിക്കും. അന്നേരം ഹരി പറയും, ശ്രമിച്ചിട്ടുണ്ട് എന്ന്. എത്ര പ്രാവശ്യമാണ് എന്ന് ചോദിക്കുമ്പം ഒരു പ്രാവശ്യമാണ് എന്ന് പറയും. എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയാൻ പറയും. അന്നേരം ഹരി പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും SI പറയും, നീ പറയണ്ട, ഈ നിൽക്കുന്ന ഇവൻ പറഞ്ഞാൽ മതി, ഇവൻ്റെ വീട് ഇവൻ്റെ റൂമാണ്, അപ്പോൾ എന്താ ചെയ്തതെന്ന് ഇവൻ പറഞ്ഞാൽ മതി എന്ന് പറയും. അന്നേരം രോഹിത്ത് ആകെ വിഷമത്തോടെ പറയുന്നുണ്ട്, റൂമിലേക്ക് വിളിച്ചു വരുത്തി, എന്നിട്ട് ജ്യൂസിൻ്റെ അകത്ത് മയക്കുമരുന്ന് കലക്കി കൊടുത്തു, എന്നിട്ട് മോശമായിട്ട് പെരുമാറുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ, ആ പെരുമാറിയത് എന്താണെന്നാണ് എനിക്ക് അറിയേണ്ടത് എന്ന് പറയും. അന്നേരം കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറയും. അന്നേരം അങ്ങനെ എടുത്തു ചോദിക്കുക, പിടിച്ചു എന്ന് പറഞ്ഞാൽ നീ എവിടെയൊക്കെയാണ് പിടിച്ചത് എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പം അങ്ങ് തൊലിയൊഴിഞ്ഞു പോകുന്ന പോലെ തോന്നും കേട്ടോ അലീനയ്ക്ക്. രോഹിത്തിന് അറിയത്തില്ലെങ്കിൽ പോലും അലീനയുടെ സഹോദരനാണല്ലോ രോഹിത്ത്. ആ ഒരു അവസ്ഥ ചിന്തിക്കുമ്പോൾ ഭയങ്കര വിഷമമാവുന്നുണ്ട് അലീനയ്ക്ക്. വേറെ നിവൃത്തിയില്ലാതെ രോഹിത്ത് പറയുന്നുണ്ട്, കയറി പിടിക്കാൻ ശ്രമിച്ചു, കയ്യെ പിടിച്ചു, അതുപോലെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു, കൊങ്ങയ്ക്ക് കുത്തി പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ, അത്രയും പിടിച്ച കാര്യമൊക്കെ പറഞ്ഞാൽ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് നീ ഇനി പറയണ്ട എന്ന് പറയും. എന്നിട്ട് അലീനയോട് ചോദിക്കും, ഇതൊക്കെയാണോടി നീ മുട്ടി ഉരുമിയതും കൈ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് നിസ്സാരവൽക്കരിച്ചത്? നീ എന്നതാ ഉദ്ദേശിച്ചത്? ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഉണ്ണാക്കന്മാരാണെന്നോ? നീ എന്നതാ മനസ്സിൽ ഉദ്ദേശിച്ചേക്കുന്നത്? ഇവന്മാരെ ഇവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോകാമെന്നോ? അതോ പീഡനവീരന്മാരെ വെള്ളപൂശാനാണോ നീ ശ്രമിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അലീനയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. അന്നേരം അലീന SIയോട് പറയുന്നുണ്ട്, അവൻ മൊത്തം പറഞ്ഞില്ലല്ലോ, പകുതിയല്ലേ പറഞ്ഞോളൂ എന്ന്. അന്നേരം പറഞ്ഞത്രോളം എനിക്ക് കേട്ടാൽ മതി എന്ന് പറയുന്നുണ്ട് അങ്ങേര്. എന്നിട്ട് ഇമാരെ തിരിച്ച് ലോക്കപ്പിലാക്കിയവരെ ഇനി ഇവിടെ നിർത്തേണ്ട, തിരിച്ചു കൊണ്ടുപോക്കണം പറയുന്നു കോൺസ്റ്റബിളിനോട്. അവരെ അങ്ങ് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കോൺസ്റ്റബിൾ. അപ്പം ഹരി കൂളായിട്ട് അപ്പുറത്തേക്ക് നടന്നു പോകും. ഭയങ്കര വിഷമമാട്ടോ രോഹിത്തിന്. രോഹിത്ത് അങ്ങോട്ട് പോകുമ്പോഴും 2 തവണ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് അലീനെ. ഭയങ്കര വിഷമത്തോടെ അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ടാണ് രോഹിത്ത് പോകുന്നത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും രോഹിത്തിനെ ഒറ്റിക്കൊടുക്കാൻ അലീന മുതിരുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ മനസ്സിൽ ഭയങ്കര വിഷമം തോന്നുന്നുണ്ടാവും. അതുകൊണ്ട് ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ അലീനയുടെ മുഖത്തേക്ക് ഒന്നുകൂടെ നോക്കിയിട്ട് അവൻ അപ്പുറത്തേക്ക് പോകുന്നു. അലീന ഭയങ്കര വിഷമത്തിലാണ്. അലീനെ കട്ടകലിപ്പി നോക്കി നിൽക്കുന്ന SIയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. ആ പ്രൊമോയിൽ അലീനയെ ഭയങ്കരമായിട്ട് അവർ നിർബന്ധിക്കുവാണ് രോഹിത്തിനും ഹരിക്കും എതിരെ സാക്ഷി പറയാൻ. അത് SI നേരത്തെ പറഞ്ഞായിരുന്നു, ഈ കേസിൽ ഒരു ബലത്തിന് വേണ്ടി നിന്നെ സാക്ഷിയാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നേ. അതുകൊണ്ട് അലീനയെ പലതവണ നിർബന്ധിക്കുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, എനിക്ക് പരാതിയില്ലാത്ത കേസിൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരികയില്ല എന്ന് പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അലീനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനൊരു അവസ്ഥയിലാണ് സ്റ്റേഷനിലെ കാര്യങ്ങൾ പോകുന്നത് എന്ന് വൈജയന്തി അറിയിക്കുന്നുണ്ട്. അലീനയോട് അവർക്കെതിരെ പരാതി എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് പോലീസുകാർ എന്ന് വൈജയന്തി അറിയിക്കുന്നുണ്ട്. ഇതേ കാര്യം തന്നെ ബാലേന്ദ്രനെ അറിയിക്കുന്നുണ്ട്. ഇതറിയുന്ന ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ICU കിടക്കുവാണല്ലോ, അവിടുന്ന് പുറത്തേക്ക് പോരാൻ വേണ്ടി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോരാൻ വേണ്ടി ശ്രമിക്കുന്നു. അന്നേരം SIയും അതുപോലെ സുനന്ദയും ഒക്കെ കൂടി പിടിച്ചു കിടത്താൻ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അലീനയും കൂടെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോഴേക്കും ആകെ വിഷമാവുന്നുണ്ട് ബാലേന്ദ്രന്. അതുകൊണ്ടാണ്. എന്തായാലും നിലവിൽ ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ടും കാണിച്ചത്.